ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വസ്തുക്കൾ എന്ന അടയാളത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ ആരാധനാക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ധൂപക്കുറ്റി എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ഇത് അപ്രസക്തമാണ് എന്ന് തോന്നാറുണ്ട്. എന്നാൽ ഇതിന് വലിയ അർത്ഥമാണുള്ളത്. നമ്മുടെ പാരമ്പര്യത്തിലുള്ള ധൂപക്കുറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവയിൽ മണികളുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണും. നമ്മൾ ഈ ധൂപക്കുറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ അതിന് 4 ചങ്ങലകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തോടൊക്കെ ചേർന്ന് 4 എന്ന് പറയുമ്പോൾ 4 സുവിശേഷങ്ങളുണ്ട്. ആരുടെ സുവിശേഷം? ഈശോയുടെ സുവിശേഷം. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ 4 ദിക്കുകളുണ്ട്, നാനാ ദിക്കുകൾ. ഇനി ഈ 4 ചങ്ങലകളിൽ ഈ നടുക്കത്തെ ചങ്ങല ഒരു കുരിശിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. കുരിശെന്ന് പറയുന്നത് ഈശോയാണ്. അപ്പോൾ 4 സുവിശേഷങ്ങൾ ഈശോയോട് ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയാകുന്ന സുവിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4 ദിക്കുകൾ, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ 4 ചങ്ങലകളിൽ ഓരോ ചങ്ങലകളിലും 3 മണികളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 12 മണികളാണ് ധൂപക്കുറ്റിയിലുള്ളത്. 12 എന്ന് പറയുന്നത് 12 ശ്ലീഹന്മാരാണ്. ഇനി നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈ ധൂപം അർപ്പിക്കുമ്പോൾ ഈ മണികളിൽ നിന്ന് നമുക്ക് സ്വരം കിട്ടുന്നുണ്ട്. 12 ശ്ലീഹന്മാർ ഈശോയാകുന്ന സുവിശേഷത്തെ ഈ ലോകം മുഴുവൻ പ്രഘോഷിച്ചതിൻ്റെ അടയാളമാണ് ഈ ധൂപാർപ്പണത്തിൽ നമ്മൾ കേൾക്കുന്ന മണികളുടെ സ്വരം. എത്ര മനോഹരമാണ് ഈ ധൂപക്കുറ്റിയുടെ അർത്ഥമെന്ന് നമുക്ക് ഗ്രഹിക്കാം.